ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ ആവേശം അതിരുവിട്ടു. പ്രവർത്തകർ വേദിയിലേക്ക് ഇരച്ചെത്തിയതോടെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും റാലിയിൽ പങ്കെടുക്കാതെ മടങ്ങി. സുവി വിശ്വനാഥ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സുവി, പ്രവർത്തകരുടെ ആവേശം അതിരുവിട്ടതാണ് ഇത്തരമൊരു ദാരുണ സംഭവത്തിൽ അവസാനിച്ചിരിക്കുന്നത്. എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? നിരവധി പേരുടെ ചെരുപ്പുകളും സാധനങ്ങളും ഒക്കെ അവിടങ്ങളിലായി ചിന്നിച്ചിതറിക്കിടക്കുന്നത് നമുക്ക് കാണാം. എന്തെങ്കിലും കാഷ്വാലിറ്റികൾ ഉണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? രേണുക, കാഷ്വാലിറ്റികൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് സംബന്ധിച്ചൊരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ജില്ലയിലാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നേതാക്കളെ കണ്ട് ജനക്കൂട്ടം ഇരമ്പിയാർക്കുകയായിരുന്നു, വേദിയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. പോലീസിന്റെ ബാരിക്കേഡും തകർക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ഫുൽപൂർ മണ്ഡലത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിക്കപ്പെട്ടത്. എസ് പിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും സംയുക്തമായിട്ടായിരുന്നു റാലി സംഘടിപ്പിച്ചത്. അതിനുശേഷം പ്രവർത്തകരോട് നിരവധി തവണ ശാന്തരാകുവാൻ ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. എന്നാൽ നേതാക്കളെ കണ്ടതിന്റെ ഒരു ആവേശത്തിലായിരിക്കണം പ്രവർത്തകർ ഇരച്ചു കയറിയത്. അതിനുശേഷം പ്രവർത്തകരോട് അഭിസംബോധന ചെയ്യാതെ ഇരു നേതാക്കളും അവിടെ നിന്ന് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. BJP സ്ഥാനാർത്ഥിയായ പ്രഫുൽ പട്ടേലാണ് ഈ ഫുൽപൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. SP അമർനാഥ് മൗരി എന്ന SP-യുടെ സ്ഥാനാർത്ഥിയുമാണ് എതിരാളിയായി മത്സരിക്കുന്നത്. ഏതായാലും ഇവിടെ വലിയ തോതിലുള്ള ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഒരുമിച്ചാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയത്. ഇന്ന് 3 റാലികളിലാണ് ഉത്തർപ്രദേശിൽ ഇരുവരും പങ്കെടുക്കാൻ എത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ ഫുൽപൂർ മണ്ഡലത്തിന് ശേഷം മറ്റൊരു റാലിയിലും ഇരു നേതാക്കളും പങ്കെടുക്കാനെത്തി. അവിടെയും സമാനമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. മുങ്കേരി എന്ന് പറയുന്ന മേഖലയിലായിരുന്നു രണ്ടാമത്തെ റാലി സംഘടിപ്പിച്ചത്. അതിനുശേഷം ഇരുവരും അലഹബാദിലേക്ക് പോവുകയും ചെയ്തു. ഏതായാലും ഈ 3 റാലികളിലും, ഈ ആദ്യത്തെ 2 റാലികളിലും ഇത്തരത്തിൽ നേതാക്കളെ കണ്ട് ജനക്കൂട്ടം ഇരമ്പിയാർക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. UP-യിൽ ഈ ഫുൽപൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ജനവിധി നടക്കുന്നത് അടുത്ത 6ാം ഘട്ടത്തിലാണ് ജനവിധി വിധിയെഴുത്ത് നടക്കുന്നത്. ഏതായാലും അതിനു മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഇവിടെ എത്തിയിരുന്നത്. രേണുക, ശരി. സുവി വിശ്വനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.